ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നോക്കുന്ന വീഡിയോ നമ്മുടെ വീട്ടിലേക്കൊക്കെ വീടിൻ്റെ വയറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും റൂമിലേക്ക് ഒരു സർക്യൂട്ട് വലിക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിന് ഏറ്റവും ആദ്യം ഒരു റൂമിലേക്കുള്ള സർക്യൂട്ട് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ നോക്കുക, നമ്മളിവിടെ കളർ കോഡിങ് അനുസരിച്ചിട്ടാണ് വലിച്ചിരിക്കുന്നത്. ഈ കാണുന്ന 4ൻ്റെ സ്ക്വയറാണ്, 4 സ്ക്വയർ വയർ മഞ്ഞയും വലിച്ചിട്ടുണ്ട്, ബ്ലാക്കും വലിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് എ സിക്ക് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 4 സ്ക്വയർ വയർ നമ്മൾ എ സിക്ക് വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. 2.5 ആയാലും മതി. ഇപ്പോൾ ഓൾറെഡി വയർ ഉണ്ടായിരുന്നതുകൊണ്ട് 4ൻ്റെ വയറുള്ളതുകൊണ്ട് 4ൻ്റെ വയർ നമ്മൾ വലിച്ചു കൊടുത്തു. ഈ 4ൻ്റെ വയർ നമ്മൾ ആ കളർ കോഡിങ് തന്നെയാണ് കൊടുത്തത്. ഈ 2 വയർ നമ്മൾ എ സിക്ക് വേണ്ടി കൊടുത്തു. ബാക്കി കാണുന്ന 5 വയർ നിങ്ങൾ കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ റൂമിൻ്റെ മെയിൻ സർക്യൂട്ട് എന്ന് പറയുന്നത്. മെയിൻ സർക്യൂട്ട് വരുന്ന ഫേസ്, ന്യൂട്രൽ, എർത്ത്, അതുപോലെ തന്നെ മാസ്റ്റർ, ഇൻവെർട്ടർ, ഇത്രയുമാണ് മെയിനായിട്ട് വരുന്ന സർക്യൂട്ട്. പിന്നെ എ സിയുടെ സർക്യൂട്ട്. എർത്ത് നമ്മൾ കോമൺ ആയിട്ട് വലിക്കുന്നത്. ഈ കാണുന്ന റെഡ് വയറാണ് 2.5 ഫേസ് ആയിട്ട്, ബ്ലാക്ക് വയർ ന്യൂട്രലായിട്ട് എടുക്കുന്നു. പിന്നെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എർത്ത് വയർ വരുന്നുണ്ട്. അതായത് അടുത്ത് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എർത്ത് വരുന്ന വയർ. അത് കഴിഞ്ഞ ശേഷം പിന്നെ മഞ്ഞ വയർ വരുന്നത് 1.5 മഞ്ഞ വരുന്നത് ഇൻവെർട്ടർ സെക്ഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വരുന്നത് നീല 1.5 നീല വരുന്നുണ്ട്. 1.5 നീല നിങ്ങൾ കാണിച്ചു തരാം. 1.5 നീല ഉപയോഗിക്കുന്നത് മാസ്റ്റർ സർക്യൂട്ടിന് വേണ്ടിയിട്ടാണ്. അത് ഏതെങ്കിലും ഒരു സ്വിച്ച് ഇട്ടുണ്ടെങ്കിൽ മൊത്തം വീടിന് അത്യാവശ്യമായ ലൈറ്റുകളൊക്കെ തെളിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വലിച്ചെടുക്കുന്നതാണ് നീല വയർ. പിന്നെ വരുന്നത് ഗ്രീൻ വയർ എർത്തിന് വേണ്ടിയിട്ടാണ്. ഗ്രീൻ വയർ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ സർക്യൂട്ടിൽ നമ്മുടെ റൂമിൻ്റെ അകത്ത് വരുന്ന ഏതെങ്കിലും ഒരു ഗ്രീൻ വയർ ഒറ്റ എർത്ത് മതി. ആ എ സിക്ക് ആണെങ്കിലും ആ റൂമിൽ വരുന്ന എല്ലാത്തിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരൊറ്റ എർത്ത് നമ്മൾ ഡി ബിയിലേക്ക് കൊണ്ടുവരും. അങ്ങനെ സെപ്പറേറ്റ് നമ്മുടെ വീടിൻ്റെ എല്ലാ സെക്ഷനിൽ നിന്നും എർത്തുകൾ തന്നെയാണ് വരുന്നത്. ഇത് നമ്മുടെ ഡി ബിയുടെ ബാക്ക് സൈഡാണ്. ഇതിലൂടെ നമ്മൾ വയർ വലിച്ചു കൊണ്ടുപോയിട്ട് ഇവിടെ ഒരു മെയിൻ ജംഗ്ഷൻ കാണാൻ സാധിക്കും. അതിലൂടെ നമ്മൾ കാണാം ആ വയർ പോയിരിക്കുന്ന ഓൾറെഡി സെപ്പറേറ്റ് വെട്ടിയിരിക്കുന്നതാണ്. തേപ്പിന് ശേഷമാണ് വെട്ടിയിരുന്നത്. അതിനുശേഷം ഇവിടെ ഓൾറെഡി ബീം ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കൊണ്ടുവരേണ്ട അവസ്ഥയുണ്ടായി. അതിനുശേഷം നേരെ വരുന്നത് നമ്മുടെ ഈ ബോക്സിലേക്കാണ് വരുന്നത്. ഇതിൽ നിന്നുമാണ് നമ്മുടെ റൂമിലേക്ക് പോകേണ്ടത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബീം കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് കൊണ്ടുപോകാൻ വേറെ മാർഗ്ഗങ്ങളില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിലൂടെ കൊണ്ടുപോയിരിക്കുന്നു. നേരെ നമ്മളിപ്പോൾ പറഞ്ഞ ബോക്സ് കണ്ട ഈ ബോക്സിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മൾ ആ പറഞ്ഞ വയറുകളെല്ലാം തന്നെ ഇവിടെയുണ്ട്. എ സിയുടെ വയർ മാത്രം ലൂപ്പ് ചെയ്യാതെ ഡയറക്റ്റായിട്ട് കയറിപ്പോയിരിക്കുന്നു. പിന്നെ ബാക്കി വരുന്ന വയറുകളെല്ലാം തന്നെ നമുക്ക് ഇവിടെ സർക്യൂട്ട് ആവശ്യമുള്ളതുകൊണ്ട് ഫേസ്, ന്യൂട്രൽ എടുത്ത് മാസ്റ്റർ ഇല്ല, ഇൻവെർട്ടർ വരെ നമ്മളിവിടെ ലൂപ്പ് ചെയ്തിരിക്കുന്നത്. കാരണം എക്സ്ട്രാ പ്ലഗിന് നമ്മളിവിടെ ഇൻവെർട്ടർ സെക്ഷൻ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് വേണ്ടിയിട്ടാണ് ഈ ലൂപ്പ് ചെയ്തിരിക്കുന്നത്. അത് നേരെ ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ ബെഡ് സ്വിച്ചിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ ബെഡ് സ്വിച്ചിൽ നിങ്ങൾ കാണാൻ സാധിക്കേണ്ട എ സിയുടെ വയർ നമ്മൾ പറഞ്ഞ 4ൻ്റെ വയർ ഇവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർക്യൂട്ട്, ആ സർക്യൂട്ട് മൊത്തം ഇവിടേക്കാണ് വന്നിരിക്കുന്നത്. ഫേസ്, ന്യൂട്രൽ, എർത്ത്, മാസ്റ്റർ, ഇൻവെർട്ടർ, ഈ ഫേസ് ഈ പറയുന്ന ബെഡ് സ്വിച്ചിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഡി ബിയിൽ നിന്നും ഏതൊക്കെ സർക്യൂട്ടുകൾ വലിച്ച് ഏതൊക്കെ കൊണ്ടുവരണം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് ഒരു റൂമിൻ്റെ അകത്ത് വരുന്ന മെയിൻ സർക്യൂട്ട് വരുന്നത്. ഇനി അതല്ല ഇതിനെക്കുറിച്ച് 2 വേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോ ഇതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് റൂമിൻ്റെ ഫുൾ ഡീറ്റെയിൽ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം റൂമിൻ്റെ വരുന്ന സർക്യൂട്ടും അതും എ സിയുടെ സർക്യൂട്ടും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 വേ അതിൻ്റെ ലൈറ്റ് വരുന്നത്, അതിൻ്റെ ഔട്ടുകളൊക്കെ വലിക്കുന്നത്, എ സിയുടെ ഔട്ട് വലിക്കുന്നത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.